ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമല്ലേ? അപ്പൊ അതെങ്ങനെ വയറുമായിട്ടുള്ള കണക്ഷൻ അതിന്? നേരത്തെ പറഞ്ഞല്ലോ മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട്. പ്രധാനമായിട്ടൊന്ന് ഗ്യാസ്, ബ്ലോട്ടിങ്, അസിഡിറ്റി, അതായത് നമ്മളുടെ ആമാശയത്തിൽ ആസിഡ് പ്രൊഡക്ഷൻ അധികമാവുന്ന ഒരവസ്ഥ. പിന്നെ മറ്റൊന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നു. എന്തുകൊണ്ടാണ് ഈ ഛർദ്ദിച്ചു കഴിയുമ്പോൾ ആശ്വാസം കിട്ടുന്നത് അറിയോ? നമ്മളുടെ ഈ ഒരു ആസിഡിറ്റി അധികമായിട്ട് നിൽക്കുന്ന ആസിഡ് ഛർദ്ദിക്കുമ്പോൾ പുറത്തു പോകുന്നു, ആശ്വാസം കിട്ടുന്നു. ഇനി ഈ ഹൈപ്പർ ആസിഡിറ്റി കാരണം എങ്ങനെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്ന് അറിയോ? നമുക്ക് ഈ ഒരു അധികമായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തു, ബ്രെയിനിലെ രക്തക്കൊഴലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിഭയങ്കരമായിട്ട് കൊൺട്രാക്ഷൻ നടക്കുന്നു, നമുക്ക് വേദന അധികമാവുന്നു. അപ്പൊ നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ളത് ഈ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനെയാണ്. അതായത് നമുക്ക് കുറച്ച് ഹെർബ്സ്, പ്രോബയോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ഡയറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ, മധുരമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഹൈപ്പർ അസിഡിറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. മൈഗ്രെയിൻ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനും കഴിയും ആ ഒരു സമയത്ത് തന്നെ.